ഹലോ ഫ്രണ്ട്സ്, ഹെയർഫോർഡ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ഇതിന് ധൈര്യം കിട്ടിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ ചെയ്യുവാണ് ഒരെണ്ണം. അപ്പോൾ ഇതിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ കാണും. അപ്പോൾ നിങ്ങളതെന്നോട് കമൻറ്റിൽ പറയുവാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ എസ്തുവിനെ എണീച്ചെടുക്കലാണ് മെയിൻ പരിപാടി. എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ നാപ്പി മാറി, ഞാൻ വൈപ്പ് ചെയ്യാറില്ല. നാപ്പി മാറ്റി ഞാൻ വാഷ് ചെയ്യുക ചെയ്യാറ് എപ്പോഴും. പിന്നെ എന്നും രാവിലെ അവളെ മോയ്സ്ചറൈസ് ചെയ്യും. ക്രീം ഫേസിലും ബോഡിയിലും ഫുള്ള് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യും. പിന്നെ ഇതെൻ്റെ മിനി സ്കിൻ കെയർ, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും എസെൻഷ്യൽ ഓയിലും പിന്നെ ലിപ് ബാമും. രാവിലെ ഞങ്ങൾ ഒന്നിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക. അപ്പം എപ്പോഴും മോളെ ഞങ്ങൾ ഈ ഹൈ ചെയറിൽ ഇരുത്തും. ചിലപ്പോൾ ടി വി വെച്ച് കൊടുക്കുമൊക്കെ. ഞങ്ങൾ ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന അത്രയും ടൈം കൂടെ മോളുടെ ഫുഡും റെഡിയാക്കും. മോക്ക് വേണ്ടിയുള്ളതാണ്. ഏത്തക്ക പുഴുങ്ങി കൊടുക്കും. പിന്നെ ഞാൻ ഇന്നേക്ക് നമ്മുടെ ഓണം പരിപാടിയൊക്കെ വരുമല്ലോ, അപ്പോൾ ഒരു മുടിയൊക്കെ എപ്പടി കുറേ ഗ്രേ ഹെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഹെയർ കളർ ചെയ്യാൻ ടൈമായിട്ടുണ്ട്. ഹെയർ കളർ ചെയ്യാൻ വേണ്ടി ടൗണിലുള്ള ഒരു ഷോപ്പിൽ പോയിരിക്കുകയാണ്. അവർ ആക്ച്വലി സ്ട്രൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം മുടി കണ്ടപ്പോൾ. ഞാൻ ഓർക്കുന്ന കുറച്ച് നാളത്തേന് ഇനി കേളി ഹെയർ വിട്ട് സ്ട്രൈറ്റ് ആക്കിയല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ പുറകെയുള്ള നടപ്പ് ഓർക്കും. കാരണം ഈ സ്ട്രൈറ്റ് ഹെയർ വളർന്നു വരുമ്പോൾ കേളിയായിട്ട് വരുന്നത് കാണുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേളി ഹെയർ തന്നെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ തോന്നാറുണ്ട് പോയി സ്ട്രൈറ്റ് ഹെയർ ചെയ്താലോ എന്നൊക്കെ. സ്പെഷ്യലി കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മുടിയൊന്നും നോക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവത്തില്ല. ഞാനൊരു ക്യാപ്പിച്ചിനോ കളറാണ് പറഞ്ഞിരുന്നത്. ഇത് ആക്ച്വലി ദൂരി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്ക് ആകെ പേടിച്ചു പണി ബാലയെന്ന് ഓർത്ത്. കാരണം വല്ലാത്തൊരു കളറായിട്ട് എനിക്ക് തോന്നിയത് ആദ്യം. പക്ഷെ നമ്മൾ ട്രസ്റ്റ് പ്രോസസ് എന്നാണല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യാം നമുക്ക് എന്നെ കളർ വരുന്നതെന്ന്. ഹെയർ ഡ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കളറാണെന്ന്. കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി 2 കളർ ചെയ്തിട്ടുണ്ട്. ഒരു ഹൈലൈറ്റ് കളറും പിന്നെ അല്ലാത്ത കളർ ഒരു ബ്രൗൺ കളറുമാണ് ചൂസ് ചെയ്തത്. കാരണം ബ്ലാക്ക് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ 2 കളർ അങ്ങനെ ചെയ്താലേ നമ്മൾ ഗ്രേ ഹെയർ മാക്സിമം കവറേജ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ 2 ചെയ്തത്. 160 പൗണ്ട് ആയിയുടെ കളർ ചെയ്യുന്നതിന് അത്രയും 2 കളർ എടുത്തുകൊണ്ടായിരിക്കും അത്ര ആയത്. പിന്നെ ഞാൻ ഇതുവരെ ഐബ്രോ വാക്സ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഭയങ്കര ഈസി പ്രോസസ്സായിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോഴും ഐബ്രോ ത്രെഡ് ചെയ്യാറുള്ള. പക്ഷെ അതിന് വേണ്ടി ഇരിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ കഴുത്തിങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ഓർക്കുമ്പോൾ ഒത്തിരി നേരം എടുക്കുമല്ലോ. പക്ഷേ ഈ വാക്സിങ് നമുക്ക് ഭയങ്കര ഈസിയാണ്. അവരൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് വലിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും. പിന്നെ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നവരെ കൊണ്ട് വേണം ചെയ്യിക്കാനില്ല, പൊള്ളൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഞാൻ TK Maxx UK ഷോപ്പാണ്. അവിടെയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പാണത്. അവിടെ കയറി ഒന്നും മേടിക്കാനില്ലെങ്കിലും ചുമ്മാ ഒന്ന് കറങ്ങി ഇറങ്ങാറുണ്ട്. ഒരു ടൂറ് പോകുന്ന പോലെ അവിടെ പോകണേ ശരിക്കും. ബിബിനൊരു ഷൂ ഭ്രാന്തനാണ്. എപ്പോൾ പോയാലും ഷൂ എല്ലാം പോയി നോക്കും. ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാറുമുണ്ട്. ഷൂസ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ആളാകെ എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങുന്ന വാച്ചും ഈ ഒരു ഷൂ മാത്രമേ ഉള്ളൂ. ഇന്ന് നാട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ നല്ല ബ്രാൻഡ്സിൻ്റെ ഒക്കെ നല്ല അഫോർഡബിളായ സൂട്ട് കേസസും ലഗേജ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ കിട്ടും. TK Maxx UK വേണ്ടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള. ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ഇതെടുത്തിരുന്നു, പെട്ടി എടുത്തിരുന്നു. നല്ല ക്വാളിറ്റിയാണ്, നല്ല ബ്രാൻഡാണ്, അഫോർഡബിളുമാണ്. ഇവിടുത്തെ ക്രോക്കറി ഐറ്റംസ് ഒക്കെയാണ്. TK Maxx ഇതെന്ന് വെച്ചാൽ നമുക്ക് നല്ല ബ്രാൻഡ്സ് നല്ല അഫോർഡബിളായ പ്രൈസിൽ നമുക്ക് കിട്ടും. ഞാൻ TK Maxx ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ള. ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഷോപ്പിൽ കയറി നമുക്ക് കിട്ടും. നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ്, ഒരു ടൈപ്പ് ഓഫ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ബോട്ടിൽ നോക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബിബിൻ പറയുമായിരുന്നു ബോട്ടിൽ 12.99 എന്നാണ് പ്രൈസ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും 12 മാത്രമേ കാണുള്ളൂ. ആ 99 നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ 13 പൗണ്ടാണ് അതിൻ്റെ വില. ഞാനിത് ബിബിൻ പറയുന്ന കട്ട് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ബിഹൈൻഡ് മ്യൂസിക് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടണ്ടെന്ന് ഓർത്തിട്ടാട്ടോ. എനിക്ക് ടിഫിൻ ബോക്സും പിന്നെ വാട്ടർ ബോട്ടിൽ അതൊക്കെ വാങ്ങണം. കാരണം ഞാൻ നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഡെയിലേക്ക് മാറുവാണ്. അപ്പം
ടിഫിൻ ബോക്സ് ഒന്നും ഇല്ലായിരുന്നു, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് ശരിക്കും. നല്ല ചോക്ലേറ്റ്സും സ്ക്വാഷും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, വെറൈറ്റീസ് ഒരുപാട് നമുക്കിവിടെ കാണാം കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണി, ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് നമ്മൾ നോർമൽ നമ്മുടെ ഗ്രോസറി ഷോപ്പുകളിൽ കാണുന്ന പോലെയുള്ളതല്ല, അല്ലാതെ പിന്നെ നല്ല പാത്രങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഇതിനകത്തോടെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഞാനൊരു സാധനം ഞാൻ കാണിച്ചു തരാമേ. ആൽബം. നാട്ടിലൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ട് കാണാം. നിങ്ങൾ കണ്ടിട്ട് കാണും, ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പോൾ നല്ല രസമല്ല, നല്ല ക്യൂട്ടാണ്. നമ്മുടെ മെമ്മറീസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, കളക്ട് ചെയ്ത് വെക്കാം. കാരണം നമ്മൾ ഫോട്ടോയിലൊക്കെ എടുക്കുന്നത് നമുക്കിവിടെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്രിൻ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് കിട്ടും. ആ ആപ്പിൽ കൂടെ നമ്മൾ അവർക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരും. അപ്പോൾ ആ പ്രിൻ്റൊക്കെ എടുത്ത് നമുക്കിതുപോലെ ആൽബത്തിൽ സ്റ്റോർ ചെയ്യും. ഞാൻ ആക്ച്വലി വാങ്ങിയില്ലത്, അവിടെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ വാങ്ങണം എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ TK Maxx ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. മേടിച്ച് വരുമ്പോഴേ കാശ് ഒന്നും അറിയത്തില്ല. മേടിച്ച ഇത്രയാണ് വാങ്ങിയിരിക്കുന്നത്. TK Maxx മുഴുവൻ വാരിയിട്ടുണ്ട്. ഈ ട്രോളിയുടെ ഒരു ബെനിഫിറ്റ് ഇതാണ്, നമുക്ക് 20 കിലോ വരെ നമുക്ക് ഈ ട്രോളിയിൽ ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും. കൊച്ചിയുടെ കയ്യിലായിരിക്കുന്നത് ട്രോളി. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ അമേസിങ് ഏഷ്യയിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. അമേസിങ് ഏഷ്യ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നമുക്ക് ബൊഫേ ആണുള്ളത്. അവിടെ എല്ലാം ഉണ്ട്, നമുക്ക് സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, അത് കഴിഞ്ഞ് ഡെസേർട്ട് എല്ലാം ഉണ്ട് അവിടെ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്. ഇന്ത്യൻ ഡിഷസ് മാത്രമല്ല, തായ് ഫുഡ് അങ്ങനെയൊക്കെ ഉണ്ട്, അതിന് ആ ബൊഫേലെല്ലാം ഉണ്ട്. നെക്സ്റ്റിന് സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് നമ്മൾ ഹൈ ചെയറിലാണ് വെക്കാറുള്ളത്. പിന്നെ ഇവിടെ ഈ പ്രാമിൽ കംഫർട്ടബിൾ ആയിരുന്നതുകൊണ്ട് ഞാനൊരു സ്നാക്കൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാമല്ലോ, അപ്പോൾ ഓർത്ത് അവിടെ കംഫർട്ടബിളായിട്ട് ഇരുന്നോട്ടേ എന്ന് ഓർത്തു. ഒരുപാട് തെറ്റുകുറ്റങ്ങളുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കിത് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. ഉള്ള മിസ്റ്റേക്സൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക, അടുത്ത വീഡിയോ ഞാൻ ശരിയാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.